പരിചയപ്പെടുത്തുന്നത് ഈ അക്കൗണ്ട്സ് ഫീൽഡിലെ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മളെല്ലാവരും MS ഓഫീസ് ഉപയോഗിക്കുന്ന ആൾക്കാരാവും. MS ഓഫീസിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഗൂഗിൾ ഷീറ്റൊക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടമായി. എന്താണ് അപ്പോൾ ഗൂഗിൾ ഷീറ്റ്? ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. സെയിം എക്സലിൻ്റെ അതേ ഫംഗ്ഷനൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്. നമുക്കതിനൊന്ന് പരിചയപ്പെട്ടാലോ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ബ്രൗസറും ഇൻ്റർനെറ്റും ആവശ്യമാണ്. ഞാനിവിടെ ഇൻ്റർനെറ്റും ബ്രൗസറും എനിക്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോമാണ്. ക്രോം ഓപ്പൺ ആക്കിയാൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ ആയി വരിക. ഇതിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു 6 ഡോട്ട് ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഗൂഗിളിൻ്റെ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകളും ഇതിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നതും ഗൂഗിൾ ഷീറ്റാണ്. അത് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് വരിക. ഇത് മസ്റ്റായിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യണം. ഇവിടെ ഓൾറെഡി നമുക്ക് മെയിൽ ID ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, സൈൻ ഇൻ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സൈൻ ചെയ്താൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് വരിക. ഇങ്ങനെ ഒരു വിൻഡോ ആണ് തുറന്നു വരിക. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സെയിം എക്സലിൽ കിടക്കുന്ന എന്താണോ അത് എല്ലാ ഇതിലുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് അതിൻ്റെ ടൂളുകളെല്ലാം ഇതിനകത്തുണ്ട്. ഓക്കെ, ഞാൻ ഉദാഹരണത്തിന് ഒരു കാൽക്കുലേഷൻ കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഞാനിവിടെ നെയിം കൊടുക്കണം, ഇവിടെ സാലറി കൊടുക്കണം. ഓക്കെ, എനിക്ക് 20,000 സാലറി. ഇനി വേറൊരാളുണ്ട്. ഓക്കെ, അയാൾ സാലറി 25,000. നമുക്കിതിൻ്റെ ടോട്ടലായിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് അറിയണം. ഇനി ഒരുപാട് ആളുണ്ടെന്ന് കൂട്ടിക്കോ, എന്നാലും ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള എമൗണ്ട് കാണണം. ടോട്ടൽ സാധാരണ നമ്മൾ എക്സൽ എന്താ =SUM. ഓക്കെ, ഇപ്പോൾ ഓട്ടോമാറ്റിക് അത് സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഏതാണ് സമയം ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് അതല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി ചെയ്യാം. അപ്പം നമ്മൾ എക്സൽ ചെയ്യണം അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ 2 സെല്ല് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ഓക്കെ, ഇത് തന്നെയാണ് എക്സലിലുള്ളത്. ഈ ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ എക്സലും ചെയ്യൽ. അതേപോലെ തന്നെയാണ് ഇതിലും. ഇനി അതിൽ സേവ് ചെയ്യും, ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യും. ഇവിടെ സേവ് ചെയ്യേണ്ട ഈ ടിക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കിക്കോണേ. ഇപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ സേവ് ആവും. ഇത് എവിടെയാണ് സേവ് ആവണേ? നമ്മുടെ ഡ്രൈവിലാണ്, ഗൂഗിളിൻ്റെ ഡ്രൈവിലാണ് സേവ് ചെയ്യണത്. ഈ ഫയൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മെയിൽ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. സെയിം എക്സലിൽ എന്താണോ ചെയ്യണത്, MS ഓഫീസിലെ എക്സലിൽ എന്താണോ ചെയ്യണമെന്ന് വെച്ചാൽ അതെല്ലാം ഇതിനകത്തും ഉണ്ട്. ഓക്കെ, ഇനി ഈ ഫയൽ നമ്മൾ ഓൾറെഡി സേവ് ആയി. ഇതിനി എവിടെ കിടക്കുമെന്ന് പറയാം. നമ്മളെ ഗൂഗിളിൻ്റെ ഡ്രൈവിലാണ് കിടക്കുക. ഓക്കെ, ഇനി അത് ഡ്രൈവ് എങ്ങനെ ഓപ്പൺ ആക്കുക എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് പറയുമ്പോൾ ഇത് സേവ് ആയിട്ടില്ല എവിടെ കിടക്കണമെന്ന് അറിയണ്ടല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഗൂഗിളിൻ്റെ വിൻഡോയിൽ വരിക. ഞാൻ പറഞ്ഞില്ലേ 6 ഡോട്ടിൽ പോയാൽ അവരെ പ്രൊഡക്റ്റുകളൊക്കെ കിട്ടും. നമ്മൾ ഡ്രൈവിൽ പോവാം. ഇതാണിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഫയൽ. പേര് കൊടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആ പേരിലാണ് വരിക. ഇവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ആക്കാം ഡയറക്റ്റ്. ഉണ്ടോ? ഇതിൻ്റെ വേറൊരു മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിത് എപ്പോഴും നമ്മൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ PC നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കണമെന്നില്ല. അപ്പോൾ നെറ്റുള്ള ഒരു ഫോണിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഇതാണ് മൊബൈലിലെ ആപ്ലിക്കേഷൻ ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ മൊബൈലിൽ ലോഗിൻ ചെയ്തതാണ്. അത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും കേട്ടോ. നേരത്തെ നമ്മൾ ഓപ്പൺ ആക്കിയ ഷീറ്റ് ഇപ്പോൾ ഇത് മൊബൈലിൽ കാണാം. നമുക്കിതിൽ എഡിറ്റ് ചെയ്യാം. അതിലെന്താണോ ചെയ്തത് അതൊക്കെ നമുക്ക് മൊബൈലിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പുതിയ അപ്ഡേഷനുകളും അതേപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കാത്തിരിക്കുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ബൈ.